ഗൈസ്, ഇന്ന് ഫെഫ്ക ഡിസൈനേഴ്സിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. കുറേ നാളായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രീലാൻസർ ആയതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി. ഫാമിലി ഫെസ്റ്റ് ആയിരുന്നു. ഡിസൈനേഴ്സ് ചേട്ടന്മാരുടെ ഒക്കെ ഫാമിലി ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം കസേരകളി ആരംഭിച്ചു. ഞാൻ നൈസായിട്ട് അങ്ങ് പോയി. ഓക്കെ ബായ്. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് ചേട്ടന്മാരുടെയൊക്കെ പിള്ളേരുടെ കസേരകളിയായിരുന്നു. പിന്നെ ചേട്ടന്മാർ ഒരുമാതിരി സമരത്തിന് പങ്കെടുക്കുന്ന പോലെ ഒരു കസേരകളി, നല്ല ശാന്തം. പിന്നീട് വടംവലി ക്രിസ്മസിന് ആദ്യമായിട്ടാണ് വടംവലി. കഴിഞ്ഞ തവണ ഓണത്തിനും ഉണ്ടായിരുന്നു വടംവലി. ഓണത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ക്രിസ്മസ് സെലിബ്രേഷനിൽ ഫസ്റ്റായിട്ടായിരിക്കും വടംവലി. എൻ്റെ ഇപ്പോൾ കാണുന്ന മെയിനാണ് ഞാൻ. അവരേറ്റവും എടുത്ത മോശം തീരുമാനം എന്നെ ഫ്രണ്ട് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വടംവലി സ്റ്റാർട്ട് ചെയ്തു. ഊഹിക്കാലോ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. അതന്നെ സംഭവിച്ചു. പോയി കയ്യിൽ നിന്ന് പോയി. എന്നാലും ഞാൻ പിന്മാറിയില്ല. പിന്നെ അത് ട്രയലാക്കി പിന്നെ സെക്കൻഡായിട്ട് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനെന്തായാലും നമ്മൾ ജയിക്കുമല്ലോ അങ്ങനെ വിചാരിക്കും. പക്ഷെ അതും ജയിച്ചില്ല, അതും പോയി. എന്താ കഥ. എന്നിട്ട് എന്നെ ഫ്രണ്ട് നിർത്തിയതാണ് ഏറ്റവും വലിയ. പിന്നെ ഇവിടെ നമ്മൾ വാശിയോടെ വന്നു. ഞാനൊക്കെ മെയിനായിട്ട് വലിച്ച് ആനന്ദേട്ടൻ്റെ വൈഫ് ഫ്രണ്ട് നിന്നുകൊണ്ടാണ് ശരിക്കും ജയിച്ചത്. പക്ഷെ ഞാനാണ് മെയിൻ എന്നുള്ള ഇതിലാണ് എൻ്റെ മനസ്സ്. വേണം ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം. പക്ഷെ ഞാൻ ശരിക്കും ശ്രമിച്ചായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത്ര ശക്തിയിലുള്ള പണിയൊക്കെ എടുക്കുന്നത്. ജയിച്ചില്ല, അതും പോയി. പിന്നെ ഇത് ആനന്ദേട്ടൻ, ലൂസിഫറിൻ്റെ ഒക്കെ വലിയ ഡിസൈനർ, സീരിയസ് മനുഷ്യൻ, കാലങ്ങനെ. പിന്നെ ഇതിൽ അവർ ജയിക്കുന്ന തന്നെ വിചാരിക്കും. ആനന്ദേട്ടൻ അതുപോലെയാണ്, നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ജയിക്കില്ല. അതാ ചിലപ്പം ജയിക്കുമായിരിക്കും. ഇല്ല, പോയി കയ്യിൽ നിന്ന് പോയി. അതിനുള്ള കാരണം ഈ ചേട്ടനാണ്. എങ്ങനെ ജയിക്കാൻ? രണ്ടും കൽപ്പിച്ചിട്ടല്ലേ ചേട്ടൻ നിൽക്കുന്നത്. ഗൃഗറി ചേട്ടൻ. പിന്നീട് സാറ് വന്നു, ബിവിനികൃഷ്ണൻ സാറ് വന്നു. ഫംഗ്ഷൻ ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടി സാറ് വന്നു. എല്ലാവരോടും സംസാരിച്ച്. മറ്റു യൂണിയനുകളും ഈ കുടുംബസംഗമം എന്നുള്ളത് ഒരു മാതൃകയാക്കേണ്ട കാര്യമാണ്. അത് അവർ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പരസ്യകലയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു മെമ്പേഴ്സ് എല്ലാവരോടും കൂടിയിട്ട്. പിന്നെ ശ്രുതി ചേച്ചിയായിരുന്നു ഇനാഗുറേറ്റ് ചെയ്തത്. ചേച്ചിയും ആശംസകളൊക്കെ അറിയിച്ചു. പിന്നെ കേക്കും വൈനും കെട്ടി. ഞാൻ 3 ഗ്ലാസ് വൈൻ കുടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഓഫായിരുന്നു. പിന്നെ പരസ്യകലയുടെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അത് ഏറ്റുവാങ്ങി. പിന്നീട് ലാസ്റ്റ് എല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ. ഇത്തരം മെമ്പേഴ്സാണുള്ളത്. കുറച്ച് പേരൊക്കെ വരാൻ പറ്റാതെ ഉണ്ട്. 2 തലമുറകളായിട്ടുള്ള ഡിസൈനേഴ്സാണ്. അതിൽ ആദ്യത്തെ വനിത എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. പിന്നെ വീട്ടിലെത്തി ക്രിസ്മസ് ഗിഫ്റ്റ് തന്നതൊക്കെ ഓപ്പൺ ചെയ്തു. സർട്ടിഫിക്കറ്റും പിന്നെ ഒരു കേക്കും പിന്നെ ഇതാണ് സർട്ടിഫിക്കറ്റ്. വലിയ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഒരു ടേബിൾ കലണ്ടറും കൂടെ തന്നു. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഹാപ്പിയായി. കുറേ നാളായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. പണ്ട് ലാസ്റ്റ് വർക്ക് ചെയ്ത ഓഫീസിൽ നിന്നായിരുന്നു സെലിബ്രേറ്റ് ചെയ്ത്. ഇനി നമുക്ക് അടുത്ത കൊല്ലത്തെ ഓണത്തിന് കാണാം, പൊളിക്കാം, അടിപൊളിയാക്കാം.